ഹൃദയവുമായി നാം ഒരു ബന്ധം സൃഷ്ടിച്ചാൽ അതിന് നമ്മെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കാനും നമ്മളുടെ സങ്കീർണ പ്രശ്നങ്ങളിൽ നമ്മെ സഹായിക്കാനും സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് ഇന്നത്തെ ഭാഗത്തിലൂടെ അതൊന്ന് നോക്കി വരാം. അവർ പിന്നെയും യാത്ര തുടർന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും അവൻ്റെ മനസ്സ് കൂടുതൽ കൂടുതൽ നിശബ്ദമാകുന്നത് പോലെ. ഇപ്പോൾ അതിനൊന്നും തന്നെ പറയാനില്ല എന്ന മട്ട്. കഴിഞ്ഞതും വരാൻ പോകുന്നതും ഒന്നും മരുഭൂമിയിൽ പാടെ അലിഞ്ഞു ചേർന്നതുപോലെ. യാതൊരു തരത്തിലുള്ള വിചാരങ്ങളും അതിനെ ബാധിക്കുന്നില്ല എന്ന ഭാവം. അവനും അവൻ്റെ മനസ്സും പൂർണ്ണമായി ഒന്നായി കഴിഞ്ഞിരുന്നു. രണ്ടും ഒരുപോലെ പ്രപഞ്ചാത്മാവിൻ്റെ ഭാഗങ്ങൾ. തമ്മിൽ തമ്മിൽ നല്ല ധാരണ. ഇനി ഒന്ന് മറ്റൊന്നിനെ കബളിപ്പിക്കുമെന്ന ഭയം വേണ്ട. മരുഭൂമിയിലെ ഏകാന്തതയും നിശബ്ദതയും അസഹ്യമായി തോന്നാൻ തുടങ്ങവേ അവൻ്റെ മനസ്സ് വീണ്ടും മിണ്ടാൻ തുടങ്ങി. തൽക്കാലത്തെ മൗഢ്യത്തിൽ നിന്ന് അവനെ ഒന്നുണർത്താൻ എന്ന പോലെ, അല്പമൊരു ശക്തി പകർന്നു കൊടുക്കാൻ എന്ന പോലെ. അവൻ്റെ ഹൃദയം എടുത്തു പറയാൻ തുടങ്ങി അവൻ്റെ സവിശേഷമായ ഗുണങ്ങൾ. അവൻ്റെ ധൈര്യം. ആടുകളെയൊക്കെ വിറ്റ് സ്വന്തം ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ഇറങ്ങി തിരിച്ചുവല്ലോ. അതുപോലെ തന്നെ അവൻ്റെ ഉത്സാഹവും. ആ ചില്ലുപാത്രക്കടയിൽ വേലയ്ക്ക് നിന്നിരുന്നപ്പോൾ. പിന്നെ വേറെയും ചില കാര്യങ്ങൾ. അവന് സ്വയം അറിയാതിരുന്ന ചില സംഗതികൾ. മുമ്പൊരിക്കൽ അവൻ അച്ഛൻ്റെ തോക്കെടുക്കുകയുണ്ടായി. പിന്നെ അതെവിടെയോ മറന്നുവെച്ചു. വളരെ തപ്പിയിട്ടും കണ്ടുകിട്ടിയില്ല. അതൊളിപ്പിച്ചു വെച്ചത് ഞാനാണ്. നിന്റെ കയ്യിലിരുന്നിരുന്നെങ്കിൽ അപകടം പറ്റാൻ സാധ്യതയുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവന് മറ്റൊരു സംഗതി ഓർമ്മ വന്നു. ഒരു ദിവസം ആടുമേച്ചു നടക്കുന്നതിനിടയിൽ അവന് തീരെ സുഖമില്ലാതെയായി. ഒരുപാട് ഛർദ്ദിച്ചു. വല്ലാത്ത തളർച്ച. അവൻ അവിടെ തന്നെ വീണ് ഉറങ്ങിപ്പോയി. അതു പറ്റിച്ചതും ഞാനാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ സ്വരം. നിന്നെ കൊന്ന് ആടുകളെ കൈക്കലാക്കാൻ 2 കള്ളന്മാർ കുറെ അപ്പുറത്ത് കാത്തു നിന്നിരുന്നു. പതിവു സമയം കഴിഞ്ഞിട്ടും നിന്നെ കാണാതായപ്പോൾ വഴിമാറിപ്പോയിരിക്കും എന്നു കരുതി അവരവരുടെ പാട്ടിന് പോയി. അവന് അതിശയം തോന്നി. എപ്പോഴും ഇങ്ങനെയാണോ? അവൻ ആൽക്കെമിസ്റ്റിനോട് സംശയം ചോദിച്ചു. നമ്മുടെ മനസ്സ് നമ്മുടെ രക്ഷയ്ക്കെത്തുമോ എന്ന് തീർത്ത് പറയാൻ വയ്യ. പ്രത്യേകിച്ചെന്തെങ്കിലും ഒരു ലക്ഷ്യം ജീവിതത്തിൽ കൈവരിക്കാനുള്ളവരെ അത് തീർച്ചയായും സഹായിക്കും. പിന്നെ കുട്ടികളെ, വയസ്സന്മാരെ, കുടിച്ച് ബോധം കെട്ട് കിടക്കുന്നവരെ. അതിൻ്റെ അർത്ഥം എനിക്കൊരിക്കലും ആപത്ത് പറ്റുകയില്ല എന്നാണോ? അതിൻ്റെ അർത്ഥം തന്നാലാവുന്ന വിധത്തിലൊക്കെ അത് നിന്നെ സഹായിക്കും എന്ന് മാത്രമാണ്, ആൽക്കെമിസ്റ്റ് പറഞ്ഞു. ഒരു ദിവസം ഉച്ചനേരത്ത് ഏതോ ഒരു ഗോത്രക്കാരുടെ പട്ടാളത്താവളത്തിനരികിൽ കൂടി അവർ കടന്നുപോയി. അതിൻ്റെ 4 മൂലകളിലും വെള്ളവസ്ത്രം ധരിച്ച അറബി യോദ്ധാക്കൾ കാവൽ നിന്നിരുന്നു. അതു കഴിഞ്ഞ് കുറച്ച് അകലേക്ക് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, അപകടം ഒഴിഞ്ഞുകിട്ടി. അത് കേട്ടപ്പോൾ അയാൾക്ക് ശുണ്ഠി വന്നു. സ്വന്തം ഹൃദയത്തെ വിശ്വസിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ നമ്മൾ മരുഭൂമിയുടെ നടുവിലാണെന്ന് ഓർമ്മ വേണം. മനുഷ്യർ തമ്മിലുള്ള ഈ പോരാട്ടം, പോർക്കളത്തിൽ നിന്നുള്ള നിലവിളികൾ പ്രപഞ്ചത്തിൻ്റെ ആത്മാവും കേൾക്കുന്നുണ്ട്. സൂര്യന് താഴെ ഈ ലോകത്തിൽ എന്തുതന്നെ നടന്നാലും അത് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നു. ശരിയാണ്, എല്ലാം ഒന്ന് തന്നെ, അവൻ തന്നെത്താൻ പറഞ്ഞു. എല്ലാം പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോഴേക്കും പെട്ടെന്ന് അവരുടെ പുറകിൽ 2 അശ്വസേനാനികൾ. ആപത്തിനെപ്പറ്റി ആൽക്കെമിസ്റ്റ് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തെളിയിക്കാനെന്ന വണ്ണം. യുദ്ധം നടക്കുന്ന പ്രദേശമാണ്. ഇനി നിങ്ങൾ മുൻപോട്ട് പോയിക്കൂടാ, അവരിലൊരാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ അധികം ദൂരത്തേക്കൊന്നും പോകുന്നില്ല, അവരുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആൽക്കെമിസ്റ്റ് പറഞ്ഞു. അവർ 2 നിമിഷം എന്തോ ആലോചിച്ചു നിന്നു. പിന്നെ യാത്ര തുടർന്നോളൂ എന്ന് അനുവാദം കൊടുത്തു. അവൻ ശരിക്കും അമ്പരന്നു. അവരുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്ന് അവരെ പൂർണ്ണമായും വശപ്പെടുത്തി, അല്ലേ? ശരിയാണ്,
ഒരാളുടെ ആത്മീയ ശക്തി അയാളുടെ കണ്ണുകളിൽ പ്രതിഫലിച്ചു കാണാം. വാസ്തവമാണെന്ന് അവനും തോന്നി. കടന്നുപോകുന്ന പട്ടാള ക്യാമ്പിൽ അനവധി പട്ടാളക്കാരുണ്ടായിരുന്നു. അതിൽ ഒരാൾ മാത്രം അവരെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എത്ര അകലെയായിരുന്നു അയാൾ! മുഖം പോലും വ്യക്തമായിരുന്നില്ല. എന്നാലും അവന് തീർച്ചയായിരുന്നു ആ കണ്ണുകൾ തങ്ങളെ തന്നെ നിരീക്ഷിക്കുകയാണെന്ന്. ഒടുവിൽ അവർ ആ മലനിരകളും കടന്നു ചെന്നു. ചക്രവാളസീമയിൽ ഉടനീളം കണ്ടിരുന്ന മലകൾ. ഇനി പിരമിഡുകളെത്താൻ 2 ദിവസം മതിയാകും, അയാൾ പറഞ്ഞു. അവിടെ ചെന്നാൽ നമ്മൾ 2 പേരും 2 വഴിക്ക് തിരിയും. അതിനു മുമ്പേ ലോഹങ്ങൾ മാറ്റി സ്വർണമാക്കുന്ന വിദ്യ എനിക്ക് പഠിപ്പിച്ചു തരണം, അവൻ ആവശ്യപ്പെട്ടു. ആ വിദ്യ നീ വശമാക്കി കഴിഞ്ഞല്ലോ. പ്രപഞ്ചത്തിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അത് നിനക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നിധി സ്വന്തമാക്കുക. അതുതന്നെയാണ് ആൽക്കെമി.